ഗുഡ് മോർണിംഗ് വ്യൂസ്. നമ്മളെല്ലാവരും ഈ വാട്സപ്പിലെ ഗ്രൂപ്പുകളിലൊക്കെ അംഗങ്ങളായിരിക്കുന്നു ഇരിക്കുന്നത്. നിങ്ങളും പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും അംഗങ്ങളായിരിക്കുന്നു വിചാരിക്കുന്നത്. ഇതിൽ ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ ഒരു മെമ്പർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ മെജോറിറ്റി ഓഫ് ദ വ്യൂസ് വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ വ്യൂസ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ദ മെജോറിറ്റി ഓഫ് ദ ഗ്രൂപ്പുകൾ കിക്ക് യു ഔട്ട് സൈഡ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് എന്താ കാരണം വെച്ചാൽ ഇന്നിപ്പം ഈ ന്യൂസുകളെല്ലാം വരുന്നത് കുക്കപ്പ് ചെയ്യുന്നത് നമ്മളെ ഫോക്സ് ന്യൂസിലും CNN വരുന്നതിനെക്കാട്ടും മുന്നേ തന്നെ നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഈ ന്യൂസുകൾ വരും. അപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ എങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ പിന്നിലൊരു സോഷ്യോളജി നിങ്ങൾ നോക്കുക വെച്ചാൽ അതിന് സോഷ്യോളജിയിൽ പ്രത്യേകം വേർഡിനുണ്ട്. അതിന് പറയുന്നത് ഹോമോഫീലി എന്ന് പറയുന്നത്. ഹോമോഫീലി എന്ന് വെച്ചാൽ ഒരേ ടൈപ്പ് ആൾക്കാർ സിമിലർ ടു ദം പീപ്പിൾ ഫോം റിലേഷൻഷിപ്പ്. അതാണ് സാധാരണ അവർ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഈ വാട്സപ്പിലായാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും എല്ലാം ഒരേ ഗ്രൂപ്പ്, ഒരേ ലൈക്ക്, അല്ലെങ്കിൽ ഒരേ പാർട്ടീനെ ഇഷ്ടപ്പെടുന്ന കൂട്ടർ, ഒരേ കളർ ഇഷ്ടപ്പെടുന്ന കൂട്ടർ. ഞാൻ സഫ്രോൺ ഫ്ലാഗിന് ഇഷ്ടപ്പെടുന്നു, ഞാൻ റെഡ് ഫ്ലാഗിന് ഇഷ്ടപ്പെടുന്നു. അവരൊക്കെ ഒരു ഗ്രൂപ്പായിട്ടുണ്ട്. നമ്മൾ കോളേജിലും അങ്ങനെ തന്നെ. നമ്മൾ ഫിസിക്സ് പഠിക്കുന്ന കൂട്ടർ മാത്തമാറ്റിക്സ് ഗ്രൂപ്പായിട്ട് കോളേജ് കുട്ടികൾ ബന്ധമില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുന്നവർ, അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിക്കുന്നതായിട്ട് ബന്ധമില്ല. അത് നമ്മൾ കോളേജിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഈ പണ്ട് അമേരിക്കയിൽ വിർജീനിയയിലാണെന്ന് തോന്നുന്നു ഈ ഇൻ്റർറേഷ്യൽ മാരേജ് പോലും അവർ പ്രോഹിബിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നിങ്ങൾ മാരേജ് മാർക്കറ്റ് ഇന്ത്യയിൽ എടുത്താൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഒരു സ്റ്റഡി നടത്തിയപ്പോൾ 75% ഇന്ത്യയിലെ ഫാമിലിയിലെ പാരൻസും പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ ദേ ഷുഡ് മാരി ഇൻ അവർ ഓൺ കാസ്റ്റ്. അതിൻ്റെ ഒരു റിസർച്ച് നടത്തിയപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ മിക്കവാറും ബോയ്സ് ആൻഡ് ഗേൾസ് ലുക്കിംഗ് ഒരു ബോയിനെ ഒരു ഗേൾ നോക്കുന്ന സമയത്ത്, കല്യാണാലോചന നോക്കുന്ന സമയത്ത് ആ ബോയ് നോക്കുന്നത് വെച്ചാൽ ഐ വാണ്ട് ടു മാരി എ ഗേൾ സിമിലർ ലുക്കിംഗ് ടു മൈ സിസ്റ്റർ. അതുപോലെ തന്നെ ഗേളും സിമിലർ ലുക്കിംഗ് ടു ബ്രദർ എന്നുള്ള ഒരു മാച്ചാണ് മിക്കവാറും നോക്കുന്നത്. സോ അതിൻ്റെ സൈക്കോളജി എന്ന് വെച്ചാൽ ഇത് അവർ വിത്തിൻ ദ ഗ്രൂപ്പ് ദേ ഷുഡ് ബിലോങ്സ് ടു എന്നുള്ള ഒരു സൈക്കോളജിയാണ്. സോ അത് നമ്മൾ മിക്കവാറും ഫ്രണ്ട്സും ഹാങ് ഔട്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. ഒരേ ഐഡിയോളജി അല്ലെങ്കിൽ ഒരേ ലൈക്കിങ്ങുള്ള ഫ്രണ്ട്സ് ആയിരിക്കും. നമ്മളൊരു കോഫി ഷോപ്പ് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ കോഫി ഷോപ്പിൽ പോകുന്നത് തന്നെ ഒരേ ഐഡിയോളജി അല്ലെങ്കിൽ ഒരേ വ്യൂസ് ഉള്ള ആൾക്കാർ. സോ അതാണ് നമ്മുടെ ഈ കാംബ്രിഡ്ജ് അനലറ്റിക്ക എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ കൺസൾട്ടൻറ്റ് UK-ലുള്ളത്. ഈ ഫേസ്ബുക്ക് ഡാറ്റ ഉപയോഗിച്ചിട്ട് അവർ UK-ലുള്ളയും US-ലുള്ളയും ഇലക്ഷനെ മാറ്റിമറിക്കാനും അതിൽ എന്ത് സ്റ്റോറീസ് അവർ പോസ്റ്റ് ചെയ്യുന്നതെന്നും ശ്രദ്ധിച്ചത്. ഇപ്പോൾ ലോകത്തിൽ ഈ ഫേസ്ബുക്ക് യൂസേഴ്സിന് ഏകദേശം 3 ബില്യൺ ആൾക്കാരുണ്ടെന്ന് പറയുന്നത്. ഏകദേശം 6.5 ബില്യൺ ആൾക്കാർ ഈ പ്ലാനറ്റിലുള്ളൂ. അതിലെന്ന് വെച്ചാൽ പിന്നെ 75% ആൾക്കാരും അമേരിക്കയിൽ ഈ ഇൻ്റർനെറ്റ് മീഡിയ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആരെങ്കിലും എവരി വൺ എൽസ് ഫ്രണ്ട് ഓഫ് എ ഫ്രണ്ട് ഓഫ് എ ഫ്രണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.